ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ CBT 2 ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസുമായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 സെപ്റ്റംബർ 1 നടന്ന CBT 2 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്ക്. നിങ്ങൾ ഓൾറെഡി സിലബസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇൻ കേസ് നിങ്ങൾ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ. ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ്. ഡൊമസ്റ്റിക് വയറിംഗ് കേസിൽ മോസ്റ്റ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. മെറ്റീരിയൽ യൂസ്ഡ് ഈസ് കോപ്പർ ഓർ അലുമിനിയം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കാരണം എന്താ, കോപ്പറിന്റെ കേസിൽ ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വയറിംഗ് മെറ്റീരിയൽസ് ഇൻ കേബിൾസ് ആൻഡ് ഇറ്റ് ഹാസ് ലോ റെസിസ്റ്റൻസ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് ഹൈ ആൻഡ് മീഡിയം ആൻഡ് ലോ വോൾട്ടേജ്. അലുമിനിയം ആണെന്നുണ്ടെങ്കിലോ ലൈറ്റ് വെയിറ്റ് ആണ്, ചീപ്പർ ആണ് ഇൻ കമ്പയർ ടു കോപ്പർ. അപ്പൊ അലുമിനിയം നമുക്ക് എന്താ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കോപ്പർ ഓർ അലുമിനിയം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഫൈനൽ ആൻസർ കീഴിൽ കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കോപ്പർ ആണോ എന്നുള്ളൊരു ഡൗട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ അലുമിനിയം ആണോ എന്നുള്ളൊരു ഡൗട്ട് വരാം. പക്ഷെ കോപ്പർ ഓർ അലുമിനിയം ആണ് അവരവിടെ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ സ്ലിപ്പ് എസ് ആൻഡ് സപ്ലൈ ഫ്രീക്വൻസി എഫ്, ദ ഫ്രീക്വൻസി ഓഫ് കറന്റ് ഇൻ റോട്ടർ വിൽ ബി. ദ ഫ്രീക്വൻസി ഓഫ് കറന്റ് ഇൻ റോട്ടർ വിൽ ബി ആണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്കറിയാം ഫ്രീക്വൻസി, റോട്ടർ ഫ്രീക്വൻസി എഫ് ഡാഷ് ഇസ് നത്തിങ് ബട്ട് SF ആണ് വരുന്നുണ്ടാവും അല്ലെ, സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി അല്ലെ. എഫ് ഡാഷ് ഇസ് നത്തിങ് ബട്ട് സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ NS മൈനസ് NR ഡിവൈഡ് ബൈ NS പെർസെന്റേജ് ആവും ഇൻറ്റു 100 കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഈസി ടു മോഡറേറ്റ് ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ സിംഗിളസ് സ്പീഡ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഹാവിംഗ് 20 poles ആൻഡ് കണക്റ്റഡ് ടു 50 ഹെർട്സ് സോഴ്സസ്. സിംഗിളസ് സ്പീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സിംഗിളസ് സ്പീഡ് ഇൻഡിക്കേഷൻ എന്താ പറയാ, NS is nothing but 120 F/P. 120 into 50/20. 6 times 6 into 5 എന്ന് പറയുമ്പോൾ 30. 300 വരും. അപ്പൊ 300 റവല്യൂഷൻ പെർ മിനിറ്റ്, 300 RPM ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെമി കണ്ടക്ടർ ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് ദി സ്പീഡ് ഓഫ് എ DC മോട്ടോർ? എന്താ വരിക, തൈരാട്രോൺ ആണോ, അല്ലെങ്കിൽ തെർമിസ്റ്റർ ആണോ, ട്രാൻസിസ്റ്റർ ആണോ, തൈരിസ്റ്റർ ആണോ? എന്താ വരിക, തൈരിസ്റ്റർ ആണ് വരുന്നുണ്ടാവുക അല്ലെ. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സ്പീഡ് കൺട്രോൾ ഓഫ് DC മെഷീൻസ് അല്ലെ, സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോർ ഇമ്പോർട്ടന്റ് ആണ് നമുക്കവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്താ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സ്പീഡ് കൺട്രോളിംഗ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്താ ക്വസ്റ്റ്യൻസ് വരാം. ആർമേച്ചർ കൺട്രോൾ ആണോ, അല്ലെങ്കിൽ ഫ്ലെക്സ് കൺട്രോൾ ആണോ, ഇതൊക്കെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എന്താ പറയുക, ദ എക്യുപ്മെന്റ് എർത്തിങ് ഈസ് നെസസറി ടു ഗിവ് ദി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. എന്താ കാരണം, ഓവർലോഡിംഗ് ആണോ, ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക് ആണോ, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആണോ, ഹൈ ടെമ്പറേച്ചർ ടു കണ്ടക്ടേഴ്സ് ആണോ? എക്യുപ്മെന്റ് എർത്തിങ് എന്തിനാ, ടു ഗിവ് ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദി ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക് ആണ് വരുന്നുണ്ടാവും അല്ലെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ച് പോകാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ട്രാൻസ്മിഷൻ സിസ്റ്റം എ ഫീഡർ ഫീഡ്സ് പവർ ടു. നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമുക്ക് എന്തൊക്കെ എലമെന്റ്സ് ആണുള്ളത്. 3 എലമെന്റ്സ് ആണുള്ളത്. എന്തൊക്കെയാ, ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സർവീസ് മെയിൻസ് അല്ലെ. ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ്. ഫീഡറിലാകുമ്പോൾ എന്തായിരിക്കും അവിടെ ടാപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സിലാണ് ടാപ്പിംഗ്സ് ഒക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിന്റെ സ്കീമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇതാ. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്സ്റ്റേഷൻ. സബ്സ്റ്റേഷനിലേക്ക് നമ്മൾ ഫീഡേഴ്സ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ.
ഫീഡേഴ്സിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതാണ് നിങ്ങളുടെ ഫീഡേഴ്സിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ലേ വരും. ഓക്കെ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് ഡിഫറെന്റ് ടാപ്പിംഗ്സ് എടുത്തിട്ട് നമ്മൾ നേരെ സർവീസ് മെയിൻസിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് 3 പാർട്ടുകൾ ഉണ്ടാവുക: ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ്. ഓക്കെ, അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും അധികം ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താ വരിക? ഇൻ എ ട്രാൻസ്മിഷൻ സിസ്റ്റം എ ഫീഡർ ഫീഡ്സ് പവർ ടു ദി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഇതോടെ നോക്കാം. ഫീഡർ ഇസ് എ കണ്ടക്ടർ വിച്ച് കണക്ട്സ് ദ സബ്സ്റ്റേഷൻ or a localized generating station to the area where the power is to be distributed. Generally, no tappings are taken from the feeder so that current, okay, sorry, current ആണ് കോൺസ്റ്റന്റ് വരുന്നുണ്ടാവുക കേട്ടോ. So that the current remains in the സെയിം ത്രൂ ഔട്ട്. ഫീഡറിൽ കറന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഫോൾട്ടേ അല്ല കേട്ടോ. ഓക്കെ, ദ മെയിൻ കൺസിഡറേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് ദി ഫീഡർ ഈസ് കറന്റ് ക്യാരിങ് കപ്പാസിറ്റി. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ആണ് നമ്മുടെ ഫീഡറിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിന്റെ കേസിലോ, ഡിസ്ട്രിബ്യൂട്ടർ ഇസ് എ കണ്ടക്ടർ ഫ്രം വിച്ച് ദ ടാപ്പിംഗ്സ് ആർ ടേക്കൺ ഫോർ ദ സപ്ലൈ ടു ദി കൺസ്യൂമേഴ്സ്. എ ബി ബി സി സി ഡി ഡി ഒക്കെ എന്താ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. The current through the distributor is not a constant because the tappings are taken at various places along its length. അല്ലെ? അപ്പൊ while designing the distributor, voltage drop and along its length is the main consideration. Since the statutory limit of the voltage variation is plus or minus 6 of the rated value of the consumer terminal. And in the service mains, a service main is generally a small cable which connects the distributor to the consumer's terminal. Okay, feeder, distributor, service mains. Important ആണ്. ഇത് ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ: ദ മെത്തേഡ് ഓഫ് റെപ്രസെന്റിംഗ് നമ്പേഴ്സ് സച്ച് ആസ് 0 and 1 ഈസ് കോൾഡ്. എന്താ? ബൈനറി നൊട്ടേഷൻ ആണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഒപ്റ്റിക് ഫൈബർ കേബിൾ ഇൻ ജനറൽ ഈസ്. നമ്മളവിടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഗ്ലാസ് പറയാം. ഓക്കെ, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. അപ്പൊ ഇവിടെ എന്ത് വരാം? ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നുണ്ടാവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: എ ആൾട്ടർനേറ്റർ ഹാസ് എ 20 പോൾസ് റണ്ണിംഗ് അറ്റ് 300 RPM വിൽ ജനറേറ്റ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കറന്റ് ഹൂസ് ഫ്രീക്വൻസി ഈസ്. ഇതന്നെ 120F by P തന്നെ വരുന്നുണ്ടാവുക അല്ലെ? P is equal to 300. F is nothing but 300 into 20 by 120, 6 times 50 ഹെർട്സ്. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, 50 ഹെർട്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: when a voltmeter ammeter method is applied for the measurement of resistance, the voltmeter reads the value of 8.28 volt and ammeter reading is 4.14 milliampere. Then the value of the resistance will be, value of resistance അല്ലെങ്കിൽ value of measured resistance will be 8.28 divided by 4.14 milliampere. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8.28 ബൈ 4.14 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ 2/10⁻³ തരുന്നുണ്ടാവും അല്ലെ? 2 into 10⁻³ ഓംസ്. therefore 2 kilo ohm ആണ് വരുന്നുണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ: ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഫോർ മീഡിയം ലെവൽ ലോഡ് ഈസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഐഡിയൽ കേസിൽ 1.5 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാണ്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ എന്താ 1.45 ഉണ്ടായതുകൊണ്ട് 1.45 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ആൻസറിലേക്ക് ഏതാണ്ട് പറ്റുന്നുണ്ടാവും. ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഫ്യൂസിംഗ് കറന്റ് ടു ദി കറന്റ് റേറ്റിംഗ് ഓഫ് ദി ഫ്യൂസ്. ഓക്കെ, അതാണ് ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ദ റേഷ്യോ ഓഫ് ദി മിനിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് കറന്റ് റേറ്റിംഗ് ഓഫ് ദി ഫ്യൂസ്. And the minimum fusing current is the minimum value of the current due to which the fuse melt. Okay, the current rating of the fuse is the maximum value of the current due to which the fuse does not get melted. Okay, അപ്പോൾ ഫ്യൂസിംഗ് ഫാക്ടർ എന്തായാലും ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഐഡിയൽ കേസിൽ നമുക്ക് കോപ്പറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദി ഫ്യൂസ് ഫാക്ടർ ഈസ് യൂഷ്വലി 1.5 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഈ വാല്യൂസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന്
സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. The difference between the signal speed and actual speed of an induction motor is known as. എന്താ it is nothing but the slip itself അല്ലെ, ns minus nr divided by ns. The relative permeability of a substance is less than the permeability of free space is known as. പാരാമാഗ്നറ്റിക് ആണോ, അല്ല ഡയാമാഗ്നറ്റിക് ആണോ, അല്ല ഫെറോമാഗ്നറ്റിക് ആണോ, ഏതായിരുന്നുണ്ടാവുക? എന്താ ക്വസ്റ്റ്യൻ? The relative permeability of a substance is less than the permeability of the free space. നമ്മൾ ആ ഒരു ടേബിളൊക്കെ നമ്മൾ കുറിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പൊ ഇവിടെ ഡയാമാഗ്നറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. നോക്ക്, ഡയാമാഗ്നറ്റിക് കേസിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 ആണ്. പാരാമാഗ്നറ്റിക് കേസിൽ ഗ്രേറ്റർ ദാൻ 1, ഫെറോമാഗ്നറ്റിക് കേസിൽ വെരിമച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂ ഡയാമാഗ്നറ്റിക് കേസിൽ നെഗറ്റീവ് ആൻഡ് വെരി സ്മോൾ പറയാൻ വേണ്ടി പറ്റും. പാരാമാഗ്നറ്റിക് കേസിൽ പോസിറ്റീവ് ആൻഡ് സ്മോൾ, ഫെറോമാഗ്നറ്റിക് വെരിമച്ച് ഗ്രേറ്റർ ദാൻ 1 രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അല്ലെ. ഓക്കെ, ഇതേപോലുള്ള വാല്യൂസ് ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. ഇതിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. If a power of 100 watt is being supplied across a potential difference of 200 volt, find the current flowing through the circuit. നമുക്കറിയാം പി ഈസ് നത്തിങ് ബട്ട് വി ഇൻറ്റു ഐ ആണ്. അപ്പൊ ഐ ഈസ് നത്തിങ് ബട്ട് പി ബൈ വി ആണ്. അപ്പോൾ 100/200 0.5 ആംപിയർ, 1/2 0.5 ആംപിയർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. The electricity produced from dash is called piece of electricity. നിങ്ങൾക്കറിയാം പ്രഷറിന്റെ ആണ് വരുന്നുണ്ടാവും അല്ലെ. The electricity produced from the pressure is called the piezo electricity. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. Okay, piezo electricity പറഞ്ഞാൽ it is the ability of certain materials to generate an electric charge in response to the applied mechanical stress. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. If the load impedance in three phase are not equal to the load, then it is said to be. എന്തായാലും അൺബാലൻസ്ഡ് ലോഡ് ആണ്, അൺബാലൻസ്ഡ് സപ്ലൈ എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടാവുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി അൺബാലൻസ്ഡ് ലോഡ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. എന്താണ് അൺബാലൻസ്ഡ് സപ്ലൈ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണ് അൺബാലൻസ്ഡ് സപ്ലൈ അല്ലെങ്കിൽ എന്താണ് ബാലൻസ്ഡ് ലോഡ് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ എന്താ കമന്റ് ചെയ്യാം. ഓക്കെ, അൺബാലൻസ്ഡ് സപ്ലൈ എന്താണെന്നും ബാലൻസ്ഡ് ലോഡ് എന്താണെന്നും താഴെ കമന്റ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. The susceptibility of a diamagnetic material is. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ടേബിളിൽ സസെപ്റ്റിബിലിറ്റി ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താ നെഗറ്റീവ് ആണ് വരുന്നുണ്ടാവുക. ഞാൻ കുറച്ച് മുന്നേ ആ ഒരു ടേബിളിൽ പറഞ്ഞല്ലോ സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് നെഗറ്റീവ്. ഓക്കെ, എല്ലാവരും ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ മതി, അതിൽ നിന്ന് എന്താ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വയറിംഗ് ഈ suitable ഫോർ ലൈറ്റിംഗ് ഇൻ ലോ വോൾട്ടേജ് ഇൻസ്റ്റാളേഷൻ. ലോ വോൾട്ടേജ് ഇൻസ്റ്റാളേഷന്റെ കേസിൽ ഏത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുന്നതാണ്. ഓക്കെ, ഏതായാലും കുറച്ചും കൂടി ബെറ്റർ ചോയ്സ് TRS വയറിംഗ് ആണ് അല്ലെ. എന്താണ് TRS വയറിംഗ് വെച്ചാൽ ടഫ് റബ്ബർ ഷീറ്റ് വയറിംഗ് എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അതെവിടെയൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് പറയുകയാണെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ കെമിക്കൽ റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഡാംപ് എൻവയോൺമെന്റിൽ എന്താ നമുക്ക് TRS വയറിംഗ് നമുക്ക് സൂട്ടബിൾ ആണ്. പിന്നെന്താ ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ എന്താ ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ഈസി ടു ഇൻസ്റ്റാൾ എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. അതേപോലെ എന്താ ഇറ്റ് ക്യാൻ ബി ക്ലിപ്ഡ് ഓൺ വുഡൻ ബാറ്റേൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ടു മെക്കാനിക്കൽ ഡാമേജ് എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. അതേപോലെ അഫോർഡബിൾ ആണ്, കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നുണ്ടാവുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ആ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്കവിടെ DC motor having a full load speed of 750 RPM and a speed regulation of 10% will have no load speed of. നമുക്ക് അവിടെ എന്താ സ്പീഡ് റെഗുലേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. സ്പീഡ് റെഗുലേഷൻ 10% നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ സ്പീഡ് റെഗുലേഷൻ ഇക്വേഷൻ എന്താ? സ്പീഡ് അറ്റ് നോ ലോഡ് മൈനസ് സ്പീഡ് അറ്റ് ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ എന്താ പറയുക, സ്പീഡ് അറ്റ് ഫുൾ ലോഡ് ആണോ നോ ലോഡ് ആണോ? പലർക്കും തെറ്റുന്നതാണ്. സ്പീഡ് അറ്റ് ഫുൾ ലോഡ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ,
സ്പീഡ് റെഗുലേഷൻ നമുക്ക് 10% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പെർസെന്റേജ് വേണ്ട, നമുക്ക് 0.1 ഷുഡ് ബി ഈക്വൽ ടു നോ ലോഡ് സ്പീഡാണ് കണ്ടുപിടിക്കണ്ടേ. ഫുൾ ലോഡ് സ്പീഡ് 750 നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാലോ, മൈനസ് 750 ഈസ് ഈക്വൽ ടു 75. 750 പോയിന്റ് ഉള്ളതാകുമ്പോൾ 75 പോകുന്നു. അപ്പോൾ സ്പീഡ് അറ്റ് നോ ലോഡ് എന്ന് പറയുമ്പോൾ 75 പ്ലസ് 750 എന്ന് വരും. അപ്പോൾ 750 50 800 825 825 RPM എന്ന രീതിയിലേക്ക് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, 825 RPM. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Which of the following is the disadvantage of the synchronous motors? ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒബിയസ്ലി ഇറ്റ് റിക്വയർസ് ദി ഡി സി എക്സൈറ്റേഷൻ അല്ല. ആക്ച്വലി അവിടെ ഡി സി എക്സൈറ്റേഷൻ വേണം. അത് തന്നെയാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക. നമുക്ക് തന്നെ ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ട്, ജസ്റ്റ് ഒരു ടേബിൾ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് സിംഗ്ലസ് മോട്ടറിനും ഇൻഡക്ഷൻ മോട്ടറിനും ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഇതെന്താ ആവശ്യമായിട്ടുണ്ടാവും, ഈ ഒരു ടേബിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇൻ കേസ് ഓഫ് പവർ ഫാക്ടർ, അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് എക്സൈറ്റേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടോ ഒരു ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്താ നോക്കി വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് റെസൊണൻസ് ഫ്രീക്വൻസി ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വാല്യൂ ഈസ് ദി സെയിം ആസ്. നമുക്കറിയാം അറ്റ് റെസൊണൻസ് ആകുമ്പോൾ എന്താ, എക്സ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക, പവർ ഫാക്ടർ എന്തായിരിക്കും യൂണിറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. അപ്പോ ദ റിയാക്ടൻസ് ഓഫ് ദി കപ്പാസിറ്റർ അല്ലേ വരുന്നുണ്ടാവുക. ഓക്കെ, ബെറ്റർ ചോയ്സ് ഓപ്ഷൻ എ തന്നെയാണ്, ദ റിയാക്ടൻസ് ഓഫ് ദി കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ക്യാരിയാണ് സീരീസ് റെസൊണൻസിന്റെ കേസിൽ. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആകുമ്പോൾ കപ്പാസിറ്റീവ് ആണ്. സോറി, എഫ് റെസൊണൻസ് ഫ്രീക്വൻസിനെക്കാട്ടും കുറവാകുമ്പോൾ എഫ് ഷുഡ് ബി ലെസ് ദാൻ എഫ് ആർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കപ്പാസിറ്റീവ് ഇൻ നേച്ചർ ആണ്. എഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് ആർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എന്താ, കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് എന്താ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്? പക്ഷെ ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഇതൊക്കെ മനസ്സിലാകുന്നില്ല, അറിയില്ല. ഇതിൽ രണ്ട് ആൻസർ എന്താ, നമുക്ക് സ്റ്റാൻഡേർഡ് വോൾട്ടേജ് അല്ല. കൃത്യമായിട്ട് പറയുന്നത് 222 അല്ല, 750 അല്ല. പക്ഷെ നമ്മളുടെ ഒഫീഷ്യൽ അവരുടെ റെസ്പോൺസ് പ്രകാരം 222 kV ആണ് അവർ കൊടുത്തിരിക്കുന്ന ആൻസർ, നോട്ട് എ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ആക്ച്വലി അവിടെ 750 അല്ല, 765 kV ആണ് സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് പറയാം 11 kV, 22 kV, 33 kV, 66 kV, 132, 220, 222 അല്ല 220 ആണ്. പിന്നെ 400, പിന്നെ 765 അല്ലെ. അപ്പോ 750 നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അവിടെ ആൻസറിൽ അവരുടെ ഓപ്ഷനിൽ 222 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനെ ബേസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആണ്. ഇഫ് ദർ ആർ n നോഡ്സ് ഇൻ ദ സർക്യൂട്ട് ദർ വിൽ ബി n-1 ഇൻഡിപെൻഡന്റ് നോഡൽ ഇക്വേഷൻസ് അല്ലെ, n-1 ഇൻഡിപെൻഡന്റ് നോഡൽ ഇക്വേഷൻസ്. ഓക്കെ, ബെസ്റ്റ് നോഡൽ അനാലിസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ ഞാൻ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോഴും പലപ്പോഴും പലർക്കും തെറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ പലർക്കും മിസ്റ്റേക്ക്, അല്ലെങ്കിൽ പലർക്കും സൈൻ കൺവെൻഷനിൽ എന്താ എപ്പോഴും മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഓക്കെ, അവിടെ 3 കളർ ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് V1 ആയിട്ട് എടുക്കാം, V2 ആയിട്ട്, അല്ലെങ്കിൽ V1 V2 വരെ നമുക്ക് ജസ്റ്റ് വാല്യൂസ് ആയിട്ട് എടുക്കാം. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവാം. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. 1 2 3. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം, നിങ്ങൾക്ക് ഇതിൽ പലർക്കും ഡയറക്ഷൻ എടുക്കുന്നതിനൊക്കെ എപ്പോഴും ഡൗട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ, നമുക്ക് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഡയറക്ഷൻ എടുക്കേണ്ടതിലായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ എന്താ ലീവിങ് ആയിട്ട് എടുക്കാം. ഓക്കെ, എല്ലാം നമുക്ക് ലീവിങ് ആയിട്ട് എടുക്കാം. ഈ ഒരു നോഡ് വോൾട്ടേജ് വി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോഡൽ അനാലിസിസ് പറയുന്നത് എന്താ, നോഡൽ അനാലിസിസ് നത്തിങ് ബട്ട് നോഡൽ അനാലിസിസ് ഈസ് നത്തിങ് ബട്ട് KCL പ്ലസ് ഓംസ് ലോ ആണ് അല്ലെ. അതേപോലെ മെഷ് അനാലിസിസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് KVL പ്ലസ് ഓംസ് ലോ ആണ്.
അല്ലെ? അപ്പോൾ നമുക്കിവിടെ നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലർക്കും വരുന്ന ഡൗട്ടാണ് സൈൻ എങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്ട് ചെയ്യാവുന്നതാണ് മനസ്സിലാകുന്നത്. ഫസ്റ്റ് കേസിൽ എന്ത് നമുക്ക് നോഡൽ അനാലിസിസ് എടുക്കാം. അപ്പൊ ഇതൊക്കെ I1, ഇത് I2, I3 ആയിട്ട് എടുക്കാം. അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ നോഡൽ അനാലിസിസ് പറയുമ്പോൾ കേസിൽ പ്ലസ് ഓപ്ഷൻ ആണ്. ഫസ്റ്റ് കേസിൽ അപ്ലൈ ചെയ്യാം. കറണ്ട് ഒക്കെ ലീവിംഗ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? I1 പ്ലസ് I2 പ്ലസ് I3 ഷുഡ് ബി ഈക്വൽ ടു 0. അതായത് സം ഓഫ് കറന്റ് എൻട്രിങ് ടു ദി നോഡ് ഷുഡ് ബി ഈക്വൽ ടു ദി സം ഓഫ് കറന്റ് ലീവിംഗ് ദി നോഡ്. അപ്പൊ I1, I2, I3. I1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിയിൽ നിന്ന് 10 വോൾട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ V മൈനസ് 10/1 പ്ലസ് V മൈനസ് I2 എന്ന് പറയുമ്പോൾ V മൈനസ് 0/3 പ്ലസ് I3 എന്ന് പറയുമ്പോൾ V മൈനസ് 5/2 വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ആൻസർ എഴുതാം. ഓക്കെ, അതായത് ജസ്റ്റ് V/3 എന്ന് പറഞ്ഞാൽ എഴുതാം. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയി. V/3 എന്ന് പറഞ്ഞാൽ എഴുതാം. V-0 എന്നൊക്കെ പറഞ്ഞാൽ V/3 നമുക്ക് എഴുതാം. ഓക്കെ, അത് ഒന്നാമത്തെ. ഇനി ഇപ്പോഴത്തെ രണ്ടാമത്തെ ഞാൻ ഇങ്ങനെയല്ല ഞാൻ എടുക്കുന്നത്, ഞാൻ വേറെ രീതിയിലാണ് ഡയറക്ഷൻ എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഇങ്ങനെ എടുത്തു, ബാക്കിയുള്ളതൊക്കെ എന്താ അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? I1 എന്ന് പറയുന്ന കറണ്ട് മാത്രമാണ് എൻട്രി ചെയ്യുന്നത്. ബാക്കി I2, I3 എന്താ ചെയ്യുന്നത്? ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ I1 കറണ്ട് എൻട്രി ഷുഡ് ബി ഈക്വൽ ടു ദി കറണ്ട് ലീവിംഗ് ആണ്. അപ്പൊ I1 എന്ന് പറയുന്ന കറണ്ട് എൻട്രി ചെയ്യുന്നത്, I2, I3 ലീവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് I1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഏതാണ്ട് ഇപ്പൊ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വോൾട്ട് നിന്ന് വിയിലേക്കാണ് പോകുന്നത്. അപ്പൊ 10 മൈനസ് V/1 ഷുഡ് ബി ഈക്വൽ ടു I2 എന്ന് പറയുമ്പോൾ V/3, I3 എന്ന് പറയുമ്പോൾ V മൈനസ് 5/2. അപ്പൊ 10 മൈനസ് V നമ്മൾ RHSലേക്ക് എടുത്തു കഴിഞ്ഞാലോ V/3 പ്ലസ് V മൈനസ് 5/2 പ്ലസ് V മൈനസ് 10/1 ഷുഡ് ബി ഈക്വൽ ടു 0. ഇത് ഞാൻ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് വീണ്ടും ഒരു ഇതും കൂടി ചെയ്യുന്നത്. ഓക്കെ, പച്ചിടുക. ഇത് ഇതേപോലെ വരുന്നത് കറണ്ട് I2 താഴോട്ടേക്ക് തന്നെ, I3 എന്ത് ചെയ്യാം റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I1 എന്ന് പറയുന്ന കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, I3 എൻ്റർ ചെയ്യുന്നുണ്ട്, I2 മാത്രമാണ് ലീവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ I1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 നിന്ന് വിയിലേക്കാണ് പോകുന്നത്. അപ്പൊ 10 മൈനസ് V/1. I3 എന്ന് പറയുന്നത് 5 നിന്ന് വിയിലേക്കാണ് പോകുന്നത്. അപ്പൊ 5 മൈനസ് V/2. I2 എന്ന് പറയുന്നത് V നിന്ന് താഴോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ V/3 തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ LHS ഉള്ള സംഭവത്തിനൊക്കെ ഞാൻ RHSലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 10 മൈനസ് V എന്നുള്ളത് V മൈനസ് 10 ആവും, പ്ലസ് 5 മൈനസ് V എന്നുള്ളത് V മൈനസ് 5/2 ആവും. V/3 അവിടെ ഓൾറെഡി ഉണ്ട്, ഈക്വൽ ടു 0. അപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1 ഷുഡ് ബി ഈക്വൽ ടു ഇക്വേഷൻ 2 ഷുഡ് ബി ഈക്വൽ ടു ഇക്വേഷൻ 3 ആണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? അതായത് എന്താ പറയുക, നിങ്ങൾക്ക് കറണ്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്ഷൻസ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് എന്താ നിങ്ങൾ ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡയറക്ഷൻസ് എടുക്കാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് എന്താ നിങ്ങൾ അവിടെ ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡയറക്ഷൻ എടുക്കാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് എന്താ നിങ്ങൾ ഇക്വേഷൻസ് എഴുതണമെന്ന് മാത്രമേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനോട് പോവാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കെ നോക്ക്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോട്ടോർ ഈസ് എംപ്ലോയ്ഡ് ഇൻ ഹെയർ ഡ്രയേഴ്സ്? ഹെയർ ഡ്രയേഴ്സിന്റെ കേസിൽ നമ്മൾ എന്താ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതെപ്പോഴും എന്താ പറയണ്ടേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫ്രാക്ഷണൽ കിലോ വാട്ട് മോട്ടോഴ്സിന്റെ കേസിലും അതേപോലെ എന്താ പറയണ്ടേ നമ്മളെ ആ ഒരു ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ഇല്ലേ, അതിലെന്താ ഓരോരോ ടൈപ്പ് ഉണ്ട്. ആ ഒരു ടൈപ്പിൽ ഇപ്പൊ ഫാനിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതായിരിക്കും പറയുന്നുണ്ടാവുക? കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടറാണോ ഏതാ വരിക? ഓക്കെ, അതേപോലെ എന്താ പറയണ്ടേ ഓരോന്നിലും ഓക്കെ ഓരോന്നിലും വരുന്ന അല്ലെങ്കിൽ ചിലപ്പം ടോയ്സിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അതേപോലെ പല ആപ്ലിക്കേഷൻസിലും നിങ്ങൾ അതേപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ, സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ വയർ
2 SWG is equivalent to a diameter of the wire of 2 SWG പറയുമ്പോൾ 7.01 mm അല്ലെങ്കിൽ അതെ 7.01 mm തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിലൊരു വാല്യൂന്റെ കേസിൽ 0.701 ആണോ അല്ല 7.01 ആണോ അല്ല ഡൗട്ട് ഉണ്ട്. 7 തന്നെയാണ് വരുന്നുണ്ടാവാം. അപ്പൊ അതിലൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് ബാക്കി അല്ലൊന്നും അല്ല. അപ്പൊ അതൊന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് താഴെ കമന്റിൽ ഇടാം കേട്ടോ. ഓക്കെ, അതിനിടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ടുപോയിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയോഡ് ഈസ് എ സിഗ്നൽ ഡയോഡ്? ഇത് 0A79 ആണോ അല്ലെ 1N ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. കീഴിലുള്ളത് 0A79 എന്നുള്ള ഏരിയയിലാണ്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If a 100 watt bulb is on for 10 hours, then what will be the amount of electricity consumed? 100 watts 10 hours ആണെങ്കിൽ 100 into 10. അപ്പോൾ 1000 watt hour. 1000 watt hour എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സെയിം ആയിട്ട് 1 kilowatt hour. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത, ഇഫ് ദ ബാറ്ററി ഓഫ് എ മൾട്ടിമീറ്റർ ബിക്കംസ് വീക്ക് ദെൻ ഇറ്റ് വിൽ ഗിവ്. ഒരു ബാറ്ററി വീക്ക് ആയി കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ പറയുന്നുണ്ടാവാം ഇറ്റ് മേ ബി ഗിവ് ഇൻഅക്യുറേറ്റ് റീഡിംഗ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, എന്തായാലും റീഡിംഗ് ചെയ്യുന്നുണ്ടാവും. റീഡിംഗ് എന്തായിരിക്കും? അക്യുറേറ്റ് ആയിരിക്കില്ല, ഇൻഅക്യുറേറ്റ് ആവാം. അപ്പൊ ഇൻഅക്യുറേറ്റ് ആവാം, അല്ലെങ്കിൽ എന്താ ഫ്ലക്ച്വേറ്റിംഗ് ആവാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇൻഅക്യുറേറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഹൈ റീഡിംഗ് വരില്ല, ലെസ് റീഡിംഗ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. ഓപ്ഷൻ ഡി ആണ് ഇതിൽ ബെറ്റർ ചോയ്സ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അതേപോലെ സ്ലോ റെസ്പോൺസ് ആയിരിക്കും. അപ്പൊ സ്ലോ റെസ്പോൺസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ലെസ് റീഡിംഗ് രീതിയിലേക്ക് നമുക്കത് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. A component which is used to close or break a circuit is called. It is nothing but a switch. അല്ലെ, സ്വിച്ച് ആണ്. ക്ലോസ് ഓർ ബ്രേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോസിബിൾ കോസ് ഓഫ് ബ്ലാക്കനിങ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദി ഫ്ലൂറസെന്റ് ലാമ്പ്? എന്താ? ഫ്രീക്വന്റ് സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്ലൂറസെന്റ് ലാമ്പ് കറക്റ്റ് ആണ്. ഇംപ്രോപ്പർ ബല്ലാസ്റ്റ് കറക്റ്റ് ആണ്. ലോവർ ഹൈ വോൾട്ടേജ് കറക്റ്റ് ആണ്. അപ്പൊ ഓൾ ഓഫ് ദി അബവ് ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഈ ഫ്ലൂറസെന്റ് ലാമ്പ് എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ നമുക്ക് എന്താ പറയാൻ പറ്റും, ഒരു റീസൺ കൂടി ഉണ്ട്. എന്താ? ദ സ്റ്റാർട്ടേഴ്സ് ടേക്ക് ടു മച്ച് ഓർ ടു ലിറ്റിൽ ടൈം ടു പ്രീ ഹീറ്റ്. അതും കൂടി എന്താ ഇതിനൊരു ബ്ലാക്കനിങ്ങിന് കാരണമാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. When the rotor of a three-phase induction motor runs at a synchronous speed, its rotor frequency will become. എന്തായിരിക്കും? റോട്ടർ when the rotor of a three-phase induction motor runs at a synchronous speed. അപ്പൊ സിഗ്നൽ സ്പീഡിലാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലിപ്പ് എന്തായിരിക്കും? സ്ലിപ്പ് ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു കേസിൽ എന്തായിരിക്കും? റോട്ടർ ഫ്രീക്വൻസി എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, തെറ്റിക്കല്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോർമർ ഈസ് കണ്ടക്ടഡ് ടു ഡിറ്റർമിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, OC ടെസ്റ്റ്, SC ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ. അപ്പൊ ഓപ്പൺ സർക്യൂട്ടിന്റെ കേസിൽ നിങ്ങൾ എന്താ പഠിച്ചത്? ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി കോർ ലോസ് അല്ലെ. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണെങ്കിലോ കോപ്പർ ലോസ് വരുന്നുണ്ടാവും അല്ലെ, ഫുൾ ലോഡ് കോപ്പർ ലോസ്. അതേപോലെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, അതേപോലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ കോർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ നോ ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ജസ്റ്റ് ഓർത്ത് നോക്കാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ഓപ്പോസിഷൻ ഓഫേർഡ് ടു ദി ഫ്ലോ ഓഫ് കറന്റ് ഇൻ AC സർക്യൂട്ട് ഈസ് കോൾഡ്. ടോട്ടൽ ഓപ്പോസിഷൻ ആണ്. ഇത് ഇഷ്ടപ്പെടുത്ത ഇമ്പിഡൻസ് ആണ് വരുന്നുണ്ടാവുക അല്ലെ. AC സർക്യൂട്ടിന്റെ കേസിലായതുകൊണ്ട് ഇമ്പിഡൻസ്. ഇപ്പൊ DC ആണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ഷെ ഇവിടെ AC സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇമ്പിഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം. ടു മെഷർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വീസ്റ്റോൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ്. വീസ്റ്റോൺ ബ്രിഡ്ജ് എന്താ? നമുക്ക് അവിടെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ മീഡിയം, അതേപോലെ ഹൈ റെസിസ്റ്റൻസ് അല്ലെ. അതിന് നിങ്ങളൊക്കെ മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാപ്പ്, വാസോ, LMDM. ഓക്കെ,
അതേപോലെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മഹോ, അങ്ങനെയൊക്കെ കോഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ഉണ്ട് RRBയുടെ, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കയറി കാണുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. ഇനിയിപ്പം കൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറയണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ നെഗർ ദ കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ. ദ ആൻസർ വരാം മെഗറിന്റെ കേസിൽ ദ കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊവൈഡ് ബൈ ദി കോയിൽ. ഓക്കെ, കോയിലാണ് വരുന്നുണ്ടാവുക. നമുക്കറിയാം ഈ കൺട്രോളിംഗ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് കോയിൽ ഈസ് കണക്റ്റഡ് പാരലൽ ടു ദി ജനറേറ്റർ ആണെന്നും ഇറ്റ് ഈസ് മൗണ്ടഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ആണെന്നും, എന്തിനാ, ടു മെയിൻറ്റെയിൻ ദി പൊളാരിറ്റീസ്. ഓക്കെ, ഓർത്ത് വെക്കുക മെഗറൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The extinguishers are ideal for places with a lot of electrical equipment such as offices or server rooms. ഏതായാലും N2S ആണോ, Cl2 ആണോ, SO2 ആണോ, CO2 ആണോ? ഇതൊരു എനിക്ക് തോന്നുന്നു ബെറ്റർ ചോയ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2 ആണ് ഇവിടെ വരുന്നുണ്ടാവും കേട്ടോ. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം, ഈ ജസ്റ്റ് രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കുക. CO2യുടെ പ്രത്യേകതകൾ എന്താണെന്നും, അതേപോലെ ക്ലോറിനും അതേപോലെ സൾഫർ ഡൈ ഓക്സൈഡും അതേപോലെ ഡൈനൈട്രജൻ സൾഫൈഡ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്നും ആണിത്. ഓക്കെ, എന്ന് വെച്ചാൽ ക്ലോറിനൊക്കെ വെച്ചാൽ ഹൈ ടോക്സിക് ആണ്. എനിക്ക് റിയാക്ട് ചെയ്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് കൊറോസീവ് ആണ്. അതേപോലെ SO2യുടെ കേസുകൾ ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് റെസ്പിറേറ്ററി ഇറിറ്റേഷൻ. N2Sന്റെ കേസിലും ടോക്സിക് ആണ്. നേരെ CO2യുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ കണ്ടക്ടീവ് ഗ്യാസ് ആണ്, ആൻഡ് ദിസ് ഇസ് ക്രൂഷ്യൽ ഫോർ ഇലക്ട്രിക്കൽ ഫയർ ആൻഡ് ഇറ്റ് ഈസ് വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹാം ദ യൂസർ ഓർ ഡാമേജ് ദ എക്യുപ്മെന്റ് ഫർദർ. ഓക്കെ, അതേപോലെ CO2 ആണ് ക്ലാസ് ബി ക്ലാസിഫയേഴ്സ് അല്ലെ, ഫയറിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. സ്പിൻഡിൽ ഓഫ് ദി മൂവിംഗ് സിസ്റ്റം ഇൻ എ PMMC ഇൻസ്ട്രുമെന്റ് is supported at both ends with the help of ജുവൽഡ് ബിയറിംഗ്സിന്റെ കേസിലായിരിക്കും പറയുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ജുവൽഡ് ബിയറിംഗ്സ്. ഇത് ജസ്റ്റ് അതിന്റെ ഒരു കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് അതിൽ കയറി വന്നതാട്ടോ. The question of which device uses the infrared IR signal to operate or control other devices remotely. ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഇത് കൂടി വരുന്നുണ്ടല്ലേ നിങ്ങളുടെ 150 ക്വസ്റ്റ്യൻസിൽ 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മളതിൽ ആഡ് ആയി വന്നതാണ്. ഇതിൽ ബെറ്റർ ഓപ്ഷൻ ഏതാ? റിമോട്ട് കൺട്രോൾ ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ വൈൻഡിങ് ഇൻ ടു ഫേസ് സപ്ലൈ. ടു ഫേസ് സപ്ലൈ അപ്പം വോൾട്ടേജ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഡിഗ്രി പറയുമ്പോൾ 90 ഡിഗ്രി വരുന്നതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ടു പോൾ ലാപ്പ് വൈൻഡ് DC മെഷീൻ ദ റെസിസ്റ്റൻസ് ഓഫ് വൺ കണ്ടക്ടർ ഇസ് 2 ohm and the total number of conductors is 100. Find the total armature resistance. നമ്മുടെ ടോട്ടൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ ആർമേച്ചർ റെസിസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് അതിനെ കണ്ടുപിടിക്കാം. നമുക്ക് അവിടെ കണ്ടക്ടർ റെസിസ്റ്റൻസ് നമുക്ക് 2 ohm തന്നിട്ടുണ്ട്. ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മതി അല്ലെ. അപ്പൊ കണ്ടക്ടേഴ്സ് പെർ പാത്ത് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കണ്ടക്ടേഴ്സ് ഡിവൈഡ് ബൈ എത്ര പാരൽ പാത്ത് ഉണ്ട് എന്നില്ലായിരിക്കും അല്ലെ. അപ്പൊ കണ്ടക്ടേഴ്സ് പെർ പാത്ത് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടക്ടേഴ്സ് പെർ പാത്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ കണ്ടക്ടേഴ്സ് എത്ര പറഞ്ഞേക്കുന്നത്? 100 നമുക്ക് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാരൽ പാത്ത്. നമ്പർ ഓഫ് പാരൽ പാത്ത് പറയുമ്പോൾ ലാപ്പ് വൈൻഡിങ് ആണ്. ലാപ്പ് വൈൻഡിങ്ങിന്റെ കേസിൽ നമ്മൾ P എന്ന് പറഞ്ഞല്ലേ. ലാപ്പ് വൈൻഡിങ്ങിന്റെ കേസിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് പോൾസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര? 2 പോളാണ് ഉള്ളത്. അപ്പൊ 100/2 50 കണ്ടക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോ നമുക്ക് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു പാത്തിന്റെ കേസിൽ നമുക്ക് ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, 2 ഇൻറ്റു 50 100 ഓം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഓക്കെ, ഇതാണ് ടോട്ടൽ സീരീസിലുള്ള റെസിസ്റ്റൻസ്. അപ്പോ ഈ ഒരു കേസിൽ നമുക്ക് എന്താ പറയണ്ടേ? എത്ര പാരൽ പാത്ത് ഉണ്ട്? 2 പാരൽ പാത്താണ് ഉള്ളത് അല്ലെ. അപ്പം ആർമേച്ചർ റെസിസ്റ്റൻസ് പെർ പാരൽ പാത്ത് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ 100/2 50 ഓം ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ദ റോട്ടർ ഇൻ എൻ ആൾട്ടർനേറ്റർ റിക്വേഴ്സ്.
ദ റോട്ടർ ഇൻ ആൻ ആൾട്ടർനേറ്റർ റിക്വയർസ് എന്താ പൾസർ ഡി സി ആണോ ട്രയാങ്കുലർ വേവ് ആണോ ഡി സി ആണോ അല്ലെ എ സി ആണോ ഏതാ വരിക നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതായത് നമ്മളിപ്പം ആർമേച്ചറിന്റെ അല്ലെങ്കിൽ റോട്ടറിന്റെ കേസ് നമ്മൾ ഏത് സപ്ലൈ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. റോട്ടറിന്റെ കേസിൽ നമ്മൾ ഡി സി ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഡി സി ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് നമ്മൾ ഡി സി യൂസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നേരെ മറിച്ച് നമുക്ക് അവിടെ പൾസർ ഡി സിയോ അല്ലെങ്കിൽ എ സിയോ അല്ലെങ്കിൽ എന്താ ട്രയാങ്കുലർ വേവോ എന്താ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ബിക്കോസ് എന്താ കാരണം എന്തായാലും നമ്മളവിടെ പറയുന്നുണ്ടാവും നമുക്ക് അവിടെ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പോ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻഡ്യൂസിങ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ സ്റ്റേഷനറി സ്റ്റേറ്റർ വൈൻഡിങ്സ് അല്ലെ. അപ്പൊ ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ഡി സി സപ്ലൈ നമുക്ക് അവിടെ ആവശ്യമായിട്ടാണ്. അതേപോലെ പൾസർ എ സി അല്ലെങ്കിൽ സോറി പൾസർ ഡി സി അല്ലെങ്കിൽ എ സി അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ്സിന്റെ നമുക്ക് സൂറ്റബിൾ അല്ല. ഓക്കെ, പൾസർ ഡി സിന്റെ കേസിലാണെങ്കിൽ എന്താ ഇറ്റ് ക്യാൻ കോസ് അൺവാണ്ടഡ് ഹാർമോണിക്സ് ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഇതിൽ പറയാൻ പറ്റും. അതേപോലെ എ സി വുഡ് നോട്ട് ജനറേറ്റ് കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് എന്താ നമ്മള് ദ റോട്ടർ ആൾട്ടർനേറ്റർ റിക്വയർസ് ഡി സി. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം, തിരിച്ചും മറിച്ചും ഒക്കെ വരാം. ദ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ കണ്ടെയ്ൻസ് എന്താ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ കണ്ടെയ്ൻസ് ത്രീ പ്രൈമറി ആൻഡ് ത്രീ സെക്കൻഡറി വൈൻഡിങ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം. വാട്ട് ഈസ് ദ ആവറേജ് ലൈഫ് ഓഫ് എൻ ഫ്ലൂറസെന്റ് ട്യൂബ്? നിങ്ങൾക്കറിയാം ഫ്ലൂറസെന്റ് ലാമ്പിന്റെ കേസിൽ പറയുമ്പോൾ നമുക്കതൊരു 24,000 അവേഴ്സ് ഒക്കെ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. പക്ഷെ ഇവിടെ എല്ലാം 2,000 1000 3000 എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റർ ചോയ്സ് 7,000 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം. പക്ഷെ നിങ്ങൾ ആ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക, ടിപ്പിക്കൽ റേഞ്ച്. ഓക്കെ, ഫ്ലൂറസെന്റേസിൽ 24,000 to 36,000 ഒക്കെ വരുന്നത്, സി എഫ് എൽ 8,000 to 20,000, ഹാലജൻ 2,000 to 4,000, എൽ ഇ ഡി 35,000 to 50,000 അവേഴ്സ്, ഇൻകാൻഡസെന്റ് 750 to 2,000 അവേഴ്സ്. ഓക്കെ, പേര് ടേബിൾ നിങ്ങൾ പഠിക്കാം, ടേബിളിന്റെ ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ചെക്ക്ഡ് വിത്ത് എൻ ഓമീറ്റർ ആൻ ഓപ്പൺ റെസിസ്റ്റർ റീഡ്സ് ഷുഡ് ബി ഇൻഫിനിറ്റി ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. ദ വൈൻഡിങ് ഓഫ് ഇന്റർപോൾസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി ആർമേച്ചർ അല്ലെ, സീരീസ് ആയിരിക്കും വരുന്നത്. അതൊക്കെ ഓൾറെഡി നമ്മൾ എപ്പോഴും എന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്, ഇന്റർപോൾസ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവാന്നും അല്ലെ. എല്ലാം നമ്മൾ എന്താ നമ്മൾ ആ ഒരു മൈൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളവിടെ സ്റ്റോറേജിൽ അവിടെ സെറ്റ് ആക്കി പല കാര്യങ്ങളും. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദി ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡെഫിനേഷൻ ആണ് അവിടെ വന്നേക്കുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. The silicon solar cell has an open circuit voltage not equivalent to not equivalent to 1 volt ആണോ അല്ല, 1.3 ആണോ അല്ല, 0.45 ആണോ അല്ല, ഓൾ ദ ഓപ്ഷൻസ് എന്നായിരിക്കും ബെറ്റർ ചോയ്സ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാം സോളാർ സെല്ലിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റേഞ്ച് ബിറ്റ്വീൻ 0.5 ആണ് നമ്മൾ പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ 0.5 to 0.6 എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ റേഞ്ച് ആയിരിക്കും ഓർത്തുണ്ടാവും 0.4 0.5 എന്നുള്ള രീതിയിൽ അല്ലെ. 0.45 വന്നുകൊണ്ട് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും, പക്ഷെ ഇവിടെ ഓൾ ഓഫ് ദി ഓപ്ഷൻസും കൂടി ഉള്ളതുകൊണ്ട് എന്ത് 0.45 പറയാൻ വേണ്ടി പറ്റുന്നതല്ല, 0.5 to 0.6 എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ആൾട്ടർനേറ്റർ ദ ഡാഷ് കറന്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഏതാ ഏതാ ആൾട്ടർനേറ്ററിന്റെ കേസിൽ സ്റ്റേഷനറിയിൽ ഏതാ എ സി അല്ല ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ദ സ്പീഡ് വിത്ത് വിച്ച് ദ ടർബോ ആൾട്ടർനേറ്റർ ഓപ്പറേറ്റ് ആർ. ടർബോ ആൾട്ടർനേറ്റർ എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡ് ആണ് അല്ലെ. ഇതിലിപ്പോ ഹൈ സ്പീഡ് എന്ന് പറയുമ്പോൾ 3,000 RPM ഇതിലൊക്കെ പറയാൻ പറ്റും അല്ലെ. സ്പീഡ് വിത്ത് വിച്ച് ദ ടർബോ ആൾട്ടർനേറ്റർ ഓപ്പറേറ്റ് ആർ അറ്റ് 3,000 RPM. ഓപ്ഷൻ two bulbs 500 watts and 200 watts rated at 250 volt will have resistance ratio as
ഇതിൽ നമുക്കിപ്പം പി ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അല്ലെ. P1 അതുപോലെ P2 ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ, അല്ലെങ്കിൽ R1 ഈസ് നത്തിങ് ബട്ട് പി ബൈ സോറി P1 സ്ക്വയർ ബൈ പിയും R2 എന്ന് പറയാലോ V2 സ്ക്വയർ ബൈ P2 അല്ലെ. അപ്പൊ V1 സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ടും 250 ഓട്ടോ തന്നെ 250 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 500 is to 250 into 250 divided by 200. അപ്പോൾ 2 times 250 by 2 പറയുമ്പോൾ 125 വന്നു. is to 0 0 ബൈ 25 സ്ക്വയർ 625 625 ബൈ 2 ഇവിടെ 250 എന്ന് പറഞ്ഞാൽ മതിയാവും. 250 ബൈ 2 625 ബൈ 2. അപ്പൊ അത് കട്ടായി പോകും. അപ്പൊ ബാക്കി 25ന്റെ ടൈംസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 10 ഓട്ടം പോകും, ഇവിടെ എത്ര ഓട്ടം പോകും? 25 ഓട്ടം പോകും അല്ലേ. അപ്പോ 2:5 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 2:5 കേട്ടോ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, സിമ്പിൾ ആയ ലോസ്റ്റ് അല്ലെ. ഏറ്റവും തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ടാൽ മതിയായിരുന്നു. അപ്പൊ അല്ലാതെ പോയി. ഓക്കെ, ഏറ്റവും തന്നെ കട്ട് ചെയ്ത് ഇടുന്നതിന് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 2:5 ഇതിൽ കിട്ടും. അതായത് 250 പോയി ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മൾ വെറുതെ തിരിച്ച് ചെയ്ത് അത്രയൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈസ് ടു 250 ഇൻറ്റു 250 ഡിവൈഡ് ബൈ 200. 250 ന്യൂമറേറ്ററിൽ പോയി, 200 500 പോയി. അപ്പൊ 1/5 ഈസ് ടു 1/2 അല്ലെങ്കിൽ 2:5. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്വാണ്ടിറ്റി ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഹാസ് ഡെഫിനിറ്റ് റിപ്പീറ്റിംഗ് ടൈം സൈക്കിൾ ഇസ് കോൾഡ്. ഡെഫിനിറ്റ് റിപ്പീറ്റിംഗ് ടൈം സൈക്കിൾ ജസ്റ്റ് അതേപോലത്തെ സ്റ്റഡി സ്റ്റേറ്റ് പീരിയോഡിക്കൽ, ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സിസ്റ്റം ഈസ് യൂണിവേഴ്സലി അഡോപ്റ്റഡ് ഫോർ എ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് പവർ. 3-phase സിസ്റ്റം ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3-phase സിസ്റ്റം ആണ്. റെസൊണന്റ് ഗ്രൗണ്ടിങ്ങിന്റെ ഈസ് ഓൾസോ നോൺ ആസ് എന്താ, സോൾഡ് എർത്തിങ് ആണോ? അല്ല, ഇറ്റ് ഈസ് എന്നിട്ട് ആർക്ക് സപ്രഷൻ കോയിൽ എർത്തിങ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നുണ്ടാവുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. RMS value is defined based on which of the following? RMS value is defined as RMS value എന്താ, കറന്റ് ആണ് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അല്ല, ബെറ്റർ ചോയ്സ് എന്താ, ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നുണ്ടാവുക അല്ലെ. RMS വാല്യൂ നമുക്ക് അവിടെ ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി തന്നെയാണ് ബെറ്റർ ചോയ്സ്. പെട്ടെന്ന് എന്റെ RMS വാല്യൂ പറയുമ്പോൾ ചിലവർ കറന്റിനെ ബേസ് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയാൻ പറ്റും. അതല്ല, ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് RMS വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓപ്ഷൻ ഡി. In a permanent magnet moving coil, PMC coil instrument, the deflecting torque is directly proportional to. PMC in the case, it is directly proportional to TD. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, TD is nothing but ബീന എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. TD is nothing but ബീന. It is proportional, directly proportional to the current passing through the coil, flux density, and it is proportional to the number of coils in the coil. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എഫക്ട് ഈസ് യൂസ്ഡ് ഇൻ വാട്ട് മീറ്റർ. വാട്ട് മീറ്ററിൽ പറയുമ്പോൾ ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇലക്ട്രോ ഡൈനാമിക് എഫക്ട്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഇലക്ട്രോ ഡൈനാമിക്. ഓക്കെ, when an electric device, appliance or electrical installation is connected to the earth electrode without a fuse, circuit breaker or resistance or impedance, it is called. അതായത് ഒരു ഇലക്ട്രിക് ഡിവൈസ് അല്ലെങ്കിൽ അപ്ലയൻസ് കണക്റ്റഡ് ടു എർത്ത് ആണ്, വിത്തൗട്ട് ഫ്യൂസ് ആണ്, വിത്തൗട്ട് എന്താ പറയുക സർക്യൂട്ട് ബ്രേക്കർ ആണ്, അല്ലെങ്കിൽ ഒരു വിത്തൗട്ട് റെസിസ്റ്റൻസ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇറ്റ് ഈസ് സോളിഡ്ലി എർത്തഡ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക, സോളിഡ്ലി എർത്ത് കേട്ടോ. അതായത് ഡയറക്റ്റ് എർത്ത് ചെയ്തു എന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
എന്താ പറഞ്ഞേക്കുന്നത്? അക്കോർഡിംഗ് ടു KCL, അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് കറന്റ് ലോ, ദ ആൽജിബ്രിക് സം ഓഫ് ദി കറന്റ് ലീവിംഗ് എ നോഡ് ഇൻ എ ലംപ്ഡ് പാരാമീറ്റർ ഈസ് ഈക്വൽ ടു ദി. ആൽജിബ്രിക് സം എന്ന് പറയുന്നതുകൊണ്ട് സീറോ എന്നുള്ള രീതിക്ക് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. സം ഓഫ് കറന്റ് എൻട്രിങ് ടു ദി നോഡ് ഷുഡ് ബി ഈക്വൽ ടു ദി സം ഓഫ് കറന്റ് ലീവിംഗ് ദി നോഡ് ആണ് വരുന്നുണ്ടാവുക അല്ലെ. സം ഓഫ് കറന്റ് എൻട്രിങ് ടു ദി നോഡ് ഷുഡ് ബി ഈക്വൽ ടു ദി സം ഓഫ് കറന്റ് ലീവിംഗ് ദി നോഡ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. The measurement errors mainly caused by human mistakes are called. It is nothing but a gross error അല്ലേ. ഗ്രോസ് എറർ. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് എറേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ്ട്രുമെന്റൽ എറർ, ഒബ്സർവേഷണൽ എറർ, സിസ്റ്റമാറ്റിക് എറർ, ഗ്രോസ് എറർ എല്ലാം നിങ്ങൾ പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടേബിൾ ഉണ്ടല്ലോ. ഗ്രോസ് എറർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒബ്സർവേഷണൽ എറർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് എങ്ങനെ വേണമെങ്കിലും എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഏരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Before starting the electroplating, what action is to be necessarily taken? ഇതെനിക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഇലക്ട്രോപ്ലേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ക്ലീനിങ് ആണ് തോന്നുന്നു ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടേ പറയാം. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസ്മിഷൻ ലൈൻസ് കപ്പാസിറ്റൻസ് എഫക്ട് ഈസ് നെഗ്ലിജിബിൾ? കപ്പാസിറ്റൻസ് എഫക്ട് ഈസ് നെഗ്ലിജിബിൾ. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ്റെ കേസ് അല്ലേ പറയാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് വരുന്നുണ്ടാവുക. ഷോർട്ട്, മീഡിയം, ലോങ് അല്ലെ. അപ്പൊ അതിന്റെ കേസിൽ നമ്മൾ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻറ്റു ലെങ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക അല്ലെ. ഫ്രീക്വൻസി ഇൻറ്റു ലെങ്ത് 80x50 അല്ലെങ്കിൽ 120x50 അല്ലെങ്കിൽ 240x50 എന്നുള്ള രീതിയിലൊക്കെ അല്ലെ. അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആ ഒരു ട്രാൻസ്മിഷൻ ലൈന്റെ ക്ലാസിഫിക്കേഷൻ എന്താ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ടൈപ്സ് ഓഫ് എർത്തിങ് സിസ്റ്റംസ്? പൈപ്പ് എർത്തിങ് സിസ്റ്റം ഉണ്ട്, പ്ലേറ്റ് എർത്തിങ് സിസ്റ്റം ഉണ്ട്. വയർ എർത്തിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, നമുക്കൊന്ന് ബെറ്റർ ചോയ്സ് ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ആൾട്ടർനേറ്റർ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ്. ആൾട്ടർനേറ്റർ എന്താ? AC ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. വർക്കിംഗ് വോൾട്ടേജ് ഓഫ് മീഡിയം ഗ്രേഡ് കേബിൾ. കേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേബിൾ നമ്മുടെ സിലബസ് തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പോലെ. അപ്പൊ വർക്കിംഗ് വോൾട്ടേജ് ഓഫ് മീഡിയം ഗ്രേഡ് കേബിൾ, ആ ഒരു കേബിളിന്റെ കേസിൽ ആ ഒരു വോൾട്ടേജിന്റെ ആ ഒരു ടേബിൾ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോ ഇവിടെ മീഡിയം ഗ്രേഡ് കേബിളിന്റെ കേസിലാണെങ്കിൽ 650 വോൾട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മോറിലെ ഈസ് suitable for. മോറിലെ is suitable for dash transmission lines. മോറിലെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് നമുക്ക് അൾട്രാ ഹൈ വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബോത്ത് അൾട്രാ ആൻഡ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ദ ബേസ് ഓഫ് BJT ഈസ്. ബേസ് ഓഫ് BJT ലൈറ്റ്ലി ഡോപ്ഡ് ആണല്ലേ. ബേസിക് ഇലക്ട്രോണിക്സിന്റെ BJT ആണ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസിസ്റ്റേഴ്സ്. ടൈപ്സ് ഓഫ് NPN, PNP അല്ലെ. അപ്പൊ അതിലെ എമിറ്റർ, ബേസ്, കളക്ടർ അല്ലെ, എല്ലാം അതിന്റെ ആ ഒരു ആൽഫ, ബീറ്റ, അല്ലെങ്കിൽ I=IB+IC, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഇവിടെ BJT എന്ന് പറയുന്നത് എന്താ? ബേസ് ഓഫ് ദി BJT എന്ന് പറയുന്നത് എന്താ? ലൈറ്റ്ലി ഡോപ്ഡ് ആണ് വരുന്നുണ്ടാവുക അല്ലെ. ഇനി അടുത്ത സർക്യൂട്ട് ബ്രേക്കർ എന്താ? ഇൻ ആൻ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ വൈ കംപ്രസ്ഡ് എയർ ഈസ് യൂസ്ഡ് അല്ലെ. എന്തിനാ കംപ്രസ്ഡ് എയർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ക്വെഞ്ച് ദ ആർക്ക് അല്ലെ. ആർക്ക് ക്വെഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നത് അല്ലെ. ആർക്ക് ക്വെഞ്ചിങ്ങിന് വേണ്ടിയിട്ട്. ടു ക്വെഞ്ചിങ് ദി ആർക്ക്. ഫിലമെന്റ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഫിലമെന്റ് എന്താ? ടങ്സ്റ്റൺ വയർ കൊണ്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ദ ഫുൾ ഫോം ഓഫ് ACSR ഈസ്.
എന്താ ഫുൾ ഫോം? അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ് അല്ലേ? അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റീൽ എന്തിനാ യൂസ് ചെയ്യുന്നതിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ അലുമിനിയത്തിന്റെ പർപ്പസ് എന്താണെന്നും കമന്റ് ചെയ്യാം. ലീക്കേജ് കോഎഫിഷ്യന്റ് എന്താ? 5 ഫ്ലക്സ് ആണ്, മ്യൂ പെർമിബിലിറ്റി ആണ്, ഓവർ റെസിസ്റ്റർ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ലാംഡ ആണ് വരുന്നുണ്ടാവും കേട്ടോ. ലീക്കേജ് കോഎഫിഷ്യന്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഓൺ ഹൈ വോൾട്ടേജ് ബിക്കോസ് കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടക്ടർ കോസ്റ്റ് നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ, സ്വാഭാവികമായിട്ടും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ബോത്ത് കണ്ടക്ടർ കോസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ചോക്ക് ഇൻ എ ട്യൂബ്ലൈറ്റ് സർക്യൂട്ട്? ബേസിക്കലി നിങ്ങൾക്ക് അവിടെ തോന്നുന്നു സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ടാവും ഇൻഡ്യൂസ് ഹൈ വോൾട്ടേജ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവും. ടു ഇൻഡ്യൂസ് ഹൈ വോൾട്ടേജ്. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് ഷെയ്ഡിംഗ് കോയിൽ ഇൻ എ ഷെയ്ഡഡ് പോൾ മോഡൽ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. ഷെയ്ഡിംഗ് കോയിൽ ടു പ്രൊഡ്യൂസ് ദി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്ഷൻ ബി. ഓക്കെ, എ PNPN diode is it is nothing but an SCR അല്ല, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇസ് ഓൾവേസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ. ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് PNP എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, ദ റോട്ടർ കറന്റ് ഫ്രീക്വൻസി ഇൻ എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഡിപ്പെൻഡ്സ് ഓൺ റോട്ടർ കറന്റ്. ഇതേ കുറെ ക്വസ്റ്റൻ ഇതേമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളല്ലേ. എമൗണ്ട് ഓഫ് സ്ലിപ്പ് അല്ലെ, ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക. A magnetic pressure which sets up or tends to set up flux in magnetic circuit is called. It is nothing but the MMF അല്ലെ, magnetic force. MMF ആണ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് സീലിംഗ് റോസിനെ ബേസ് ചെയ്തിട്ടുള്ള സീലിംഗ് റോസ് is used to take supply for a ദ സീലിംഗ് റോസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സീലിംഗ് റോസ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവുക അല്ലെ? പിന്നെ ഫ്ലൂറസൻ ലാമ്പിലാണ് നമ്മൾ സീലിംഗ് റോസ് യൂസ് ചെയ്യുന്നത് അല്ലെ? അല്ലെ, ഫ്ലൂറസൻ ലാമ്പിന്റെ കേസിൽ പറയുമ്പോഴാണ് അവിടെ സീലിംഗ് റോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പോർട്ടബിൾ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ആയണോ അല്ലെങ്കിൽ ഹീറ്റിന്റെ കേസിൽ നമുക്ക് അവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സീലിംഗ് റോസ് ഫ്ലോറസൻ ലാമ്പിന്റെ കേസിൽ അല്ലെ. തൈറിസ്റ്റർ ഈസ് ടേൺഡ് ഓഫ് വെൻ ദ ആനോഡ് കറന്റ് ഫോൾസ് ബിലോ. ഹോൾഡിംഗ് കറന്റ് ആണോ ലാച്ചിങ് കറന്റ് ആണോ? ഇതൊക്കെ എപ്പോഴും എപ്പോഴും തെറ്റുപറ്റിക്കുന്നതാണ്. ഹോൾഡിംഗ് കറന്റ് ആണോ ലാച്ചിങ് കറന്റ് ആണോ? നമ്മള് HL രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, HL. അപ്പൊ ലാച്ചിങ് കറന്റ് താഴെയാണെങ്കിൽ എന്ത് ചെയ്യാം, സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും, ഓൺ ആയിരിക്കും. അപ്പൊ ഹോൾഡിംഗ് കറന്റ് താഴെ പോയി കഴിഞ്ഞാൽ എന്താണ് എന്ത് ചെയ്യുക, ടേൺഡ് ഓഫ് ആവുന്നുണ്ടാവാം അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്, ഹോൾഡിംഗ് കറന്റ്. ഇൻ ഇന്ത്യ വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദ AC പവർ ലൈൻ വോൾട്ടേജ്? ഇന്ത്യയിൽ എത്ര? 50 ഹെർട്സ് ആണ് വരുന്നുണ്ടാവും അല്ലെ? ഓപ്ഷൻ ഡി. If a three-phase motor operates with only two phases, it is called a single phase. It will ultimately make the motor to burn out അല്ലേ വരിക അല്ല? ത്രീ ഫേസ് മോട്ടർ ടു ഫേസിലായി കഴിഞ്ഞാൽ ബേൺ ഔട്ടിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ടു വേ സ്വിച്ചസ് ആർ യൂസ്ഡ്. നിങ്ങളിപ്പോ എന്താ പറയട്ടെ, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങളെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ് ടു വേ സ്വിച്ച്. നമ്മൾ അതിന്റെ ലാബിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റെയർ കേസ് വയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ലാബില് അല്ലെ? സ്റ്റെയർ കേസ് വയറിംഗിലാണ് നമ്മൾ ഇത് ടു വേ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം, സ്റ്റെയർ കേസ് വയറിംഗ്. ടു വേ സ്വിച്ചസ് ആർ യൂസ്ഡ് സ്റ്റെയർ കേസ് വയറിംഗ്. അതായത് നമുക്ക് എന്താ, ഒരു ഒരു പോയിന്റ് നമുക്ക് രണ്ട് സൈഡും നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ലാമ്പിന് നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ടു വേ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? സ്റ്റെയർ കേസ് വയറിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ബെഡ്റൂമിലുള്ള
ലാമ്പ്, ഓക്കെ, അല്ലെങ്കിൽ ഫാൻ, അതിനൊക്കെ എന്താ ടു വേ സ്വിച്ചസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. ടു വേ സ്വിച്ചസ് നമ്മൾ സാധാരണ സ്വിച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ലൈനൊക്കെ എക്സ്ട്രാ ഉണ്ടാവും, അല്ലെ? ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയോഡ്സ് ഓപ്പറേറ്റ്സ് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ നമ്മൾ എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് സെനർ ഡയോഡ്, അല്ലെ? സെനർ ഡയോഡാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സെനർ ഡയോഡിന്റെ ആരൊക്കെ ഇപ്പോഴത്തെ നമ്മൾ എന്താ പറയുക PSC എക്സാമിനും ഇപ്പോഴും എന്താ ചോദിക്കുന്നത്? കാരണം വെച്ചാൽ ഇപ്പൊ അനലോഗ് ഇലക്ട്രോണിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല, അവിടെ ഒപ്പാമ്പ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. മുന്നേ അനലോഗ് ഇലക്ട്രോണിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്ന സമയത്ത് PSC എക്സാമിന് എപ്പോഴും ഷുവർ ആയിട്ട് ചോദിച്ച ഒരു കാര്യമാണ് സെനർ ഡയോഡ്. ഗേറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ക്യാരൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. ഓക്കെ, അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് സെനർ ഡയോഡ് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കാണുന്നത്. വിച്ച് ആർ ദി ഫോളോയിങ് ഡയോഡ് ഓപ്പറേറ്റ്സ് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ? സെനർ ഡയോഡ് ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി. A cluster of charges with an electric dipole moment is often called. ഓപ്ഷൻ നമുക്ക് ഏതാണ്? ഇലക്ട്രിക് ഡൈപോൾസ് ഉള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. A cluster of charges with an electric dipole moment is often called electric dipoles. ഓപ്ഷൻ എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. ഓക്കെ, അതേപോലെ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റ് ഏതാണെന്ന് കാര്യങ്ങൾ നോക്കാൻ പറ്റിയ. ഓക്കെ, അതേപോലെ ഡയാമാഗ്നറ്റ് അല്ലെങ്കിൽ പാരാമാഗ്നറ്റ് അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ എന്താണ് വരിക എന്നല്ല അറിയിക്കണം. കമന്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എ JFET. ഓക്കെ, എ JFET is also called. JFET is also called എന്താ? യൂണിപോളാർ ഡിവൈസ് ആണല്ലേ? JFET വെച്ച യൂണിപോളാർ ഡിവൈസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ബൈപോളാറും ഏതൊക്കെയാണ് യൂണിപോളാറും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, മോസ്ഫെറ്റ്, JFET, BJT. ഓക്കെ, BJT, ഇതിന്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ടേബിള് നമ്മളെ ആ ഒരു നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പല കേസിലും പല ഷോർട്ട് നോട്ട്സും ഉണ്ട്. മേഡിസിന്റെ ആ ഒരു ഷോർട്ട് നോട്ട്സിലൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടേബിൾ എന്ന് പറയാൻ കാരണം ആ ഒരു ഷോർട്ട് നോട്ട്സിലാണ് എല്ലാത്തിന്റെയും ടേബിൾ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാനിങ്ങനെ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. കാൽക്കുലേറ്റ് ദി ടോട്ടൽ DC റെസിസ്റ്റൻസ് of a 100-meter roll of 2.5 mm square copper wire if the resistance of the copper is. കോപ്പർ റെസിസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം R is nothing but റോ ഇൻറ്റു L/A. റോയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. റോ എന്ന് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റി 1.72 ഇൻറ്റു 10⁻⁸. L 100 മീറ്റർ. ഇത് ഓമീറ്ററിലാണ്ട് അത് മീറ്റർ തന്നെയുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഏരിയ 2.5 mm സ്ക്വയർ. 2.5 mm സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ 10⁻³ ദ ഹോൾ സ്ക്വയർ. അപ്പൊ 10⁻⁻6 വരും. 10⁻⁻6 മുകളിലേക്ക് പോകുമ്പോൾ 10⁻8 വരും. 10⁻8ഉം 10⁻⁻8ഉം പോയി. അപ്പൊ 1.72/2.5. മേ ബി ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേക്ക് ഇപ്പൊ കാൽക്കുലേറ്റർ രീതിയിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പൊ 17.2/25. ഇപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ 0.6ന്റെ അടുത്ത് 0.688 ആയിരിക്കും എടുത്തിട്ടുണ്ടാവും. ഓക്കെ, കാൽക്കുലേറ്റർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 1.72 ഡിവൈഡ് ബൈ 2.5 0.688 കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് മച്ച് ഓ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓസിലേറ്റർ ഹാസ് ദി ബെസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആൻഡ് അക്യുറസി? ഏതാ വരിക? ക്രിസ്റ്റൽ കൺട്രോൾ ഓസിലേറ്റർ ബേസിലായിരിക്കും അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ 3-phase 6 poles 50 years slip ring induction motor will rotate at 120 f/p ചെയ്താൽ മതി അല്ലെ? 120 × 50/6.
1000 RPM. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടി ഓഫ് ദി കോയിൽ ഓഫ് ജനറേറ്റിംഗ് ഇൻഡ്യൂസ് ദി EMF ഡ്യൂ ടു ദി ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ഈസ് കോൾഡ്. ഇൻഡക്ടൻസ് അല്ലേ വരിക? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ് എർത്ത് കണ്ടിന്യൂറ്റി ഇംപ്ലൈസ്. ഗുഡ് എർത്ത് കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് എന്തായിരിക്കും? ലോ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? ഓക്കെ, ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യണം, ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി മോസ്റ്റ് കോമൺ ആൻഡ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഫ്യൂസ് യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ, പണ്ടൊക്കെ ആ ഒരു സമയത്തൊക്കെ കിറ്റ്കാറ്റ് ഫ്യൂസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത് അല്ലെ? കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ്. ഓക്കെ. ഇപ്പോൾ അതിലൊക്കെ നമുക്ക് ചേഞ്ചസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ആൻസർ കീഴിലൊക്കെ എന്താ കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസിന്റെ രീതിയിൽ തന്നെയാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following value of a complex current wave is equal to the square root of the sum of the square of the RMS value of the individual components? Which of the following value of a complex current wave is equal to the square root of the sum of the square of the RMS value of the individual component? It is nothing but RMS value എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി ഇതൊക്കെ പറഞ്ഞ ഏതാണുള്ളത്? ഓക്കെ, RMS വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Synchronous motor when used for power factor improvement should be എന്താ വരിക? ഓപ്പറേറ്റഡ് അറ്റ് നോ ലോഡ് വിത്ത് ഓവർ എക്സൈറ്റേഷൻ അല്ലെ? ഓക്കെ, ഓപ്പറേറ്റഡ് അറ്റ് നോ ലോഡ് വിത്ത് ഓവർ എക്സൈറ്റേഷൻ. എപ്പോഴും ചോദിക്കുന്നതാണ്. പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാൽ ആ സിലബസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാണ് എന്തുകൊണ്ടാണ് നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്, അതിന്റെ ഏതൊക്കെ മെത്തേഡ്സ് ഉള്ളത്, എന്താണ് സിംഗ്ലസ് കണ്ടൻസർ. ഓക്കെ, അതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആർമേച്ചർ കറന്റ് ഓഫ് എ സിംഗ്ലസ് മോട്ടോർ ഹാസ് ലാർജ് വാല്യൂ ഫോർ. Armature current of a synchronous motor has large value for both low and high excitation. Option C. The unit of current is ampere. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ 100 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ, നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മളെ ടെക്നിക്കലിൽ 100 ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ? 150 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ്സ് ആണ് വരുന്നത് അല്ലെ? 150 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ്സ്. അതിൽ 150 ഉള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് ടെക്നിക്കൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. 2019 നടന്ന കേട്ടോ. 2019 സെപ്റ്റംബർ 1 നടന്ന എക്സാമിന്റെ PYQ ആണ്, സോറി, എക്സാം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതായത് ഷിഫ്റ്റ് 1 2019 ഫസ്റ്റ് സെപ്റ്റംബർ CBT 2. അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് കൂടാണ്ട് 30-നും കൂടി നടന്ന ഒരു എക്സാം ഉണ്ട്. ഓഗസ്റ്റ് 30-നും അതുപോലെ സെപ്റ്റംബർ 19-നൊക്കെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു ഷിഫ്റ്റും കൂടി നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത് യൂസ്ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.